താൻ ഇറങ്ങുമല്ലേ? ഇനിയിപ്പോ എവിടേക്കാ? ഞാൻ ഇവിടെ വന്നിട്ട് 3 ദിവസമായി. ഇന്നിനി എന്തായാലും നാട്ടിലോട്ട് പോകണം. നെക്സ്റ്റ് വീക്ക് എക്സാം തുടങ്ങല്ലേ, സോ അപ്പോഴേക്കും തിരിച്ചു വരണം. എവിടാ പഠിക്കുന്നത്? അപ്പോൾ ശരി. താങ്ക് യു. ശരി. തൻ്റെ നമ്പർ ഒന്ന് തരാമോ? ഇടയ്ക്ക് വിളിക്കാമല്ലോ. അത് വേണ്ടടോ. ഇനി നമ്മൾ തമ്മിൽ കാണുമെന്ന് പോലും അറിയില്ല. എനിക്ക് തന്നെ പറ്റിയോ തനിക്ക് എന്നെ പറ്റിയോ കൂടുതൽ അറിയത്തുമില്ല. അറിയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ രാത്രി അതവിടെ തീർന്നു. ഈ നമ്പറൊക്കെ ഒരു ബാധ്യതയല്ലേ? ഓക്കെ. എണീക്ക്, വാ പോവാം. എടാ നീ വന്നാ? എടാ നേരം വെളുത്ത്. അയാൾ ഇത്രയും നേരം നിന്നെ കാത്തു നിൽക്കുമായിരുന്നു. ഇപ്പൊ അങ്ങ് പോയുള്ളൂ. എടാ അളിയാ എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ ഉണ്ട്, പറയാം. ഒന്ന് പറയടാ. ത്രില്ലടിച്ചിട്ട് നിൽക്കാൻ പറയടാ. അമ്മ കഴിക്കാൻ എടുത്തോ? എടാ കഴിക്കാൻ വരുമ്പോഴെങ്കിൽ ആ ഫോണൊന്ന് മാറ്റി വെക്ക്. ഇന്നലെ ആ വേണു വിളിച്ചിരുന്നു. നിന്റെ വിസയുടെ കാര്യം ഏകദേശം എന്തൊക്കെയോ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. എടാ ഞാൻ നിന്നോടാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? വേണു വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന്. നിന്റെ വിസയുടെ കാര്യമൊക്കെ ശരിയായിട്ടുണ്ട്. ഏതാണ്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചോളാം. ആ വിളിച്ചാൽ നിനക്ക് കൊള്ളാം. എന്താടാ? എടാ കുട്ടാ എവിടെ? ഇന്ന് കോളും മെസ്സേജ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചു നോക്കിയതാ. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇന്നലെ ഈ സമയത്തൊക്കെ എന്തായിരുന്നു? എനിക്ക് മനസ്സിലാവും. നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്താ കുട്ടാ നിനക്കൊരു മൂഡ് ഓഫ് പോലെ? എന്താ പറ്റിയേ? നിനക്ക് പറ്റുമെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആരോടാണെന്ന് ആ നമ്പർ ഒപ്പിച്ചു തരൂ. രാവിലെ തൊട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലായിരുന്നു തപ്പ. നിനക്ക് ഇന്നലെ അവളോട് നേരിട്ട് അങ്ങ് ചോദിച്ചാ പോരായിരുന്നാ? ഞാൻ ചോദിച്ചതാടാ, തന്നില്ല. അല്ല നിനക്കിപ്പോ നമ്പർ കിട്ടിട്ട് എന്താ കാര്യം? എന്തോ അവളങ്ങ് മനസ്സിൽ നിന്ന് പോണില്ല. നട്ടപ്പാതിരായപ്പോ വീണ്ടും തുടങ്ങിയല്ലേ? ഒന്ന് പോണം. അത് അങ്ങനെയൊന്നും അല്ല. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒന്ന് തപ്പിത്താ. ഞാനൊന്ന് നോക്കട്ടെ. ആ ശരി. ഹായ്. ഓ പിപ്പിൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. താനിപ്പോൾ എവിടെ നിന്ന് വന്നു? അതൊക്കെ വന്നു. നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? എന്താ അഭിപ്രായം? ആവാം. ലൈം പോരെ? 2 സോഡ. ഓക്കെ. വേറെ എന്തെങ്കിലും കഴിക്കാൻ?
ലോഡ്ജിൽ അന്വേഷിച്ചപ്പോൾ താൻ അവിടെ ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങോട്ട് പോവാറില്ല. താൻ എന്തിനാ എന്നെ അന്വേഷിച്ചേ? എന്താണെന്നറിയില്ല. അന്ന് രാത്രി ബായ് പറഞ്ഞു പോയതിന് ശേഷം താൻ എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തു. മനസ്സിൽ നിന്ന് പോയില്ല. എന്താ, പ്രേമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലൊരിത്. ഇതെല്ലാം ആണുങ്ങൾക്കുള്ളതാ. ആ ഒരു കാരണം കൊണ്ടാ ഞാൻ ആർക്കും നമ്പർ കൊടുക്കാത്തത്. ഇതുപോലെ ബാധ്യതയാവും. എൻ്റെ ഫീലിങ്സ് തന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഈ ഫീലിങ്സ് തനിക്ക് പതിവാണല്ലേ? കമോണിയർ, തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ? എന്തോരം കഷ്ടപ്പെട്ടു? തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണേ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാ വരിക. ഓരോ രാത്രി കഴിയുമ്പോഴും മിക്ക ആളുകളിൽ നിന്നും കേൾക്കുന്ന ക്ലീശേ ഡയലോഗാണിത്. വേറൊന്നുമില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് തന്നോട് അങ്ങനെ പ്രേമമൊന്നുമില്ല. എന്നാലും ഒരിത്, നമുക്ക് കുറച്ചാൾ കമ്പനി അടിച്ച് നടന്നാലോ? എന്നാ ശരി, ബൈ. നാൻസി, എന്താ? താൻ കാശിന് വേണ്ടിയല്ലേ ലോഡ്ജിൽ വരുന്നത്? ആ കാശ് ഞാൻ തരാം. അവിടുന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഞാൻ തരാം. എങ്കിലും ഒന്ന് ട്രൈ ചെയ്തൂടെ? താൻ എന്തൊക്കെയാ പറയണേ? ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു അറിയില്ലേ? എനിക്കിനി ഒരു സീരിയസ് റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല. സോ താൻ സേഫാ. എനിക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്പേസ്, ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളെ. തനിക്കാണെങ്കിൽ ക്യാഷും എൻജോയ്മെൻറ്റും അത് ഞാൻ തരാം. ഒന്നോർത്താ നമ്മൾ രണ്ടുപേരും ആവശ്യക്കാരാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു റെൻറ്റഡ് ഹാർട്ട്. താനൊന്ന് ആലോചിക്കുക. ഇതാണ് എൻ്റെ നമ്പർ, വിളിച്ചാൽ മതി. ഹലോ, ആരെന്ന് മനസ്സിലായോ? നാൻസി അല്ലേ? കൊള്ളാലോ, പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. ഞാൻ കരുതി താൻ വിളിക്കില്ല. ഒരു കുലുക്കി കുടിക്കാൻ പോയാലോ? പോവാം. ശരി. ഞാൻ കരുതി ഇനി വിളിക്കില്ലായിരിക്കുന്നു. ശരി, വണ്ടി എടുക്ക്. നിൻമിഴിയിൽ വിഴിനട്ട് കൺപീലി ചിമ്മാതെ നിന്നെ എൻ ചുമരിൽ വിരലോട് നിൻ പേര് ചേർക്കുന്നു താനേ. ഉള്ളറയിൽ നിധി പോലെ ഞാൻ കാത്തുവെച്ചേറെ നിന്നെ എൻ ഉയിരിൻ നിഴലേ മായാതെ. ഉറവേ ഇരവിലെ ചില്ലു കിരണമായി തെളിയു നീ. നിറവേ കനവിലെ മഞ്ഞുപാളിയിൽ മിന്നി നീ. ഉറവേ ഇരവിലെ ചില്ലു കിരണമായി തെളിയു നീ. നിറവേ കനവിലെ മഞ്ഞുപാളിയിൽ മിന്നി നീ. ഒരു വാൽ കണ്ണാടി തോൽക്കും അണിമെയ്ത്താരോടെ മുന്നിൽ വിരിയും ചേലാണ് നീ. ചൊടിയിൽ പവനുതിരുമോരോ മൊഴിയും തേനൂറിടും പൂവെന്ന പോൽ തോന്നുന്നുവോ. നിൻമിഴിയിൽ വിഴിനട്ട് കൺപീലി ചിമ്മാതെ നിന്നെ എൻ ചുമരിൽ വിരലോട് നിൻ പേര് ചേർക്കുന്നു താനേ. ഉള്ളറയിൽ നിധി പോലെ ഞാൻ കാത്തുവെച്ചേറെ നിന്നെ എൻ ഉയിരിൻ നിഴലേ മായാതെ.
എന്താ നീ ആലോചിച്ച് കൂട്ടുന്നേ? കോഴ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ പ്ലാൻ? തീരുമാനിച്ചിട്ടില്ല. 1-2 നല്ല ജോബ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, നോക്കണം. അപ്പോൾ ഇവിടുന്ന് പോവോ? പോവാതെ പറ്റുമോ? കുറേ ആയില്ലേ ഈ ഒരു ഓട്ടം തുടങ്ങിയിട്ട്. എന്നെ അറിയാത്തൊരു സ്ഥലം, എനിക്ക് എൻ്റേതായൊരു സ്പേസ്, അതൊരു ഡ്രീമാ. നിനക്ക് പോവാതിരുന്നൂടെ? എങ്ങനെ? നമുക്ക് കല്യാണം കഴിക്കാം. ആഹാ, കൊള്ളാലോ. തമാശയല്ല, നീ വട്ടു പറയണ്ട, പോയേ. ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ. നമുക്ക് തമ്മിൽ നന്നായിട്ട് അറിയാലോ, പിന്നെന്താ? നിനക്കെന്നെ പറ്റി എന്താ അറിയാ ബേബി? ഞാൻ ആരാ, എന്താ, എങ്ങനെ, അങ്ങനെ എന്തേലും ഒന്നറിയോ? ഇതൊക്കെ എത്ര വട്ടം ചോദിച്ചാ? നീ പറയാഞ്ഞിട്ടല്ലേ? നിന്റെ പാസ്റ്റ് എന്തു ആയിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് നീ ഓക്കെയാണ്. ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കും. നീ വിചാരിക്കുന്ന പോലുള്ള ലൈഫല്ല എൻ്റെ. പറയാൻ അത്ര നല്ലതൊന്നും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല. നമ്മളൊക്കെ വെറുതെ തമാശയ്ക്ക് പറയാറില്ലേ എന്തൊരു ദുരന്താണെന്നൊക്കെ? അതുപോലെയാണ് എൻ്റെ ലൈഫ്. അത് കേട്ട നീയും ചോദിക്കും എന്ത് ദുരന്താണെന്ന്. ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാ അതൊക്കെ. പക്ഷേ ഇനി നീ അറിഞ്ഞേ പറ്റൂ. ഇവിടെ വേണ്ട, നമുക്കൊന്ന് പുറത്തു പോയാലോ? അപ്പം പണ്ട് വയനാട്ടിൽ തോട്ടത്തിൽ പണിക്ക് പോയതാ. പിന്നെ അമ്മച്ചിയായിട്ട് പ്രേമത്തിലായി അവിടെ തന്നെ അങ്ങ് കൂടി. ഞാനും അപ്പനും അമ്മച്ചിയും പിന്നെ അനിയത്തിയും. അടിപൊളിയായിരുന്നു ഞങ്ങൾ 4 പേരുള്ള ലൈഫ്. ഞങ്ങളുടെ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, മഴയൊക്കെ പെയ്താലില്ലേ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല, എല്ലാം അകത്ത് തന്നെ നിൽക്കും. ഞാനന്ന് +2 പഠിക്കുകയായിരുന്നു. നല്ല മഴയാ. ഞാനും അനിയത്തിയും എക്സാമിൻ്റെ സമയമായപ്പോൾ മഠത്തിലാണ് നിന്നത്. കാലത്ത് പള്ളിയുടെ മണിയുടെ ശബ്ദം കേട്ടാ ഞാൻ എണീക്കുന്നത്. മലയിൽ ഉരുള് പൊട്ടി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീടുണ്ടായിരുന്ന സ്ഥലം മൊത്തം മലയിൽ നിന്ന് കുത്തി ഒലിച്ചു വരുന്ന ചളിയും മണ്ണും വെള്ളവും. ആ കൂട്ടത്തിൽ അപ്പനും അമ്മച്ചി അങ്ങ് പോയി. മഠത്തിലായതുകൊണ്ട് ഞാനും അനിയത്തിയും രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ആയിട്ടാ നിന്നത്. അവിടുത്തെ അവസ്ഥ അറിയാലോ. കുറച്ചധികം ഭക്ഷണം കഴിച്ചാൽ തന്നെ കണക്ക് പറയും. പിന്നെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയി തുടങ്ങി. അച്ചാർ കമ്പനിയിൽ പോകും, മെഴുകുതിരി ഉണ്ടാക്കാൻ പോകും. അങ്ങനെ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ജെറിയെ പരിചയപ്പെടുന്നത്. ജെറി എൻ്റെ ലൈഫിലോട്ട് വന്ന ശേഷം ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് തന്നെ. അവനായിരുന്നു എൻ്റെ ലോകം. അവൻ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഒരു വീടൊക്കെ വെച്ച് അവൻ്റെ കൂടെ കുട്ടികളൊക്കെ ആയി ജീവിക്കണം. അവിടെ നിന്നാ ശരിക്കും ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത്. പയ്യെ പയ്യെ എനിക്ക് ദൈവത്തിലൊക്കെ വിശ്വാസം വന്ന് തുടങ്ങി. പക്ഷേ ആ വിശ്വാസം പോയി തുടങ്ങാൻ അധികാലം വേണ്ടി വന്നില്ല. ജെറി ജീവിക്കാൻ പഠിച്ചവനാ. അവന് ലൈഫിൽ
സക്സസ് ആയാൽ മാത്രം മതി. അതിലോട്ടുള്ള എന്ത് വഴിയാണേലും അവന് പ്രശ്നമേ അല്ല. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാ UK പോവാൻ അവനൊരു ഓഫർ കിട്ടിയത്. അവൻ UK പോയാൽ ഞങ്ങളുടെ ലൈഫ് സെറ്റാ. പക്ഷേ ഒരുപാട് കാശ് വേണമായിരുന്നു. അവനത് അവൻ്റെ മുതലാളിയുടെ അടുത്ത് ചോദിച്ചു. അയാളെ തരാമെന്നും പറഞ്ഞു. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, ഞാൻ അയാളുടെ കൂടെ കിടക്കണം. അയാൾക്ക് ആദ്യമായിട്ട് എന്നെ കണ്ടപ്പത്തിട്ടുള്ള ആഗ്രഹമാണത്രേ. അവനത് എന്നോട് വന്ന് പറഞ്ഞു. എന്നാലും ആ തെണ്ടിക്ക് എങ്ങനെ എന്നോട് വന്ന് പറയാൻ തോന്നി? ഞാൻ അവൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തു. പക്ഷേ അവനറിയായിരുന്നു എൻ്റെ വീക്ക് പോയിന്റ് എന്താന്ന്. നൈസായിട്ട് അവൻ ഇമോഷണൽ അപ്രോച്ച്മെന്റ് നടത്തി. ഞാനൊരു മണ്ടി അതിൽ വീണുപോയി. ഒന്ന് കണ്ണടച്ച ഞങ്ങള് രക്ഷപ്പെടുന്നു പറഞ്ഞ്, ഒന്ന് കുളിച്ച പോകുന്ന അഴുക്കേയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി കാര്യം കഴിഞ്ഞ് കാശും വാങ്ങി അവൻ UK പോയി. ഇപ്പൊ ഹാപ്പിയായി കല്യാണമൊക്കെ കഴിച്ചിട്ട് അവിടെ ജീവിക്കണം. ഞാൻ അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മരുന്നും കൗൺസിലിങ്ങും ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴാ സൈക്കോളജി പഠിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പോക്കറ്റ് മണിക്ക് വേണ്ടി സ്പായിൽ പോകുമായിരുന്നു. അനിയത്തിയുടെ ഫീസ്, എൻ്റെ ഫീസ്, പിന്നെ ഇവിടുത്തെ ചിലവൊക്കെ ആലോചിച്ചപ്പോൾ എന്തായാലും നനഞ്ഞു. എന്നാ പിന്നെ കുളിച്ചു കയറാമെന്ന് കരുതി. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാശ്, അതാണ് ശരിക്കും എന്നെ അട്രാക്റ്റ് ചെയ്തത്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യും. അപ്പം പിന്നെ അറിയണ്ടല്ലോ, ആ മൂഡിലങ്ങ് പോയി. ഞാൻ സ്പായിൽ വെച്ചാ മോഹനൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. കാശ് ആവശ്യമുള്ളപ്പോൾ ലോഡ്ജിൽ പോകും, വരും. ഇപ്പം ജോലിയായി എനിക്ക്. ഇനി നിർത്തണം. ഇനി എന്നെ കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമുക്ക് പോവാം, ബാ. ഹലോ ഹലോ, എവിടാണ് മാഡം? ഞാനിവിടെയുണ്ട്. എവിടെയായിരുന്നു? 2 ദിവസമായിട്ട് ഒരറിവില്ലായിരുന്നല്ലോ. ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് തിരക്കൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു, ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? അതൊക്കെ പറയാം. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തു പറ്റി? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞോ. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നാളെ നേരിട്ട് പറയും. അപ്പൊ ശരി.
ദിവസം വന്ന് ആ കുട്ടി തന്നിട്ട് പോയ ബ്രോക്ക് തരാൻ പറഞ്ഞു. ആ. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് എന്തുകൊണ്ട് എന്നോട് അങ്ങനെ തോന്നുന്നു എന്നും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളിനി കാണാതിരിക്കുന്നതാണ് നിന്റെ ഭാവിക്ക് നല്ലത്. ഇപ്പോഴത്തെ എനിക്ക് അങ്ങനെ ഒരു ലൈഫിനെ പറ്റി ചിന്തിക്കാനേ കഴിയില്ല ബേബി. നീ തന്ന നല്ല ഓർമ്മകൾക്ക് നന്ദി. ഞാൻ പോകുന്നു. നീ നല്ലവനാ. നിനക്ക് പറ്റിയ നല്ലൊരു കൂട്ട് കിട്ടും. പക്ഷേ അതൊരിക്കലും ഞാനല്ല. അതെന്തൊക്കെയായിരുന്നല്ലേ. പിന്നെ വേറെ എന്തും കണ്ടാ? മോളെന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല. അത് യാത്രയൊക്കെ ചെയ്തതിൻ്റെ ആയിരിക്കും അമ്മേ. ആ അറിയുന്നല്ല, കണ്ടിട്ടുണ്ടെന്ന്. എൻ്റെ ഫ്രണ്ട് ജോയിൻ്റെ സിസ്റ്റർ SB കോളേജിലായിരുന്നു. അവിടെ വന്നപ്പോൾ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. ഇതിപ്പോഴൊന്നും തീരൂല. അപ്പോൾ ഓക്കെ അളിയാ, ശരി. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് വിളിക്കാം. പോട്ടെ. ഓക്കെടാ, ബൈ. ബിബിനെ 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 എണീക്ക്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നേരം വെളുത്തല്ലേ? ആ എണീക്ക്, ചായ കുടിക്ക്. എടാ ബിബിനെ, ആ അതെ, എവിടെ പോവാണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? മോമ്പേ റെഡി ആയിട്ട് വാ. ഈ അമ്മയുടെ ഒരു കാര്യം.